കാലത്തിൻ്റെ നിമിഷവേളയിൽ നാം ചെയ്യുന്ന സേവനങ്ങൾ നിത്യതയുടെ എത്തും പിടിയുമില്ലാത്ത യുഗായുഗങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ആയുസിന്റെ ദൈർഘ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് കാലത്തിന്റെ നിമിഷവേളയാണ്. നിത്യതയുടെ എത്തും പിടിയുമില്ലാത്ത യുഗായുഗങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് കാലത്തിന്റെ നിമിഷവേളയാണ്. ഈ കാലത്തിന്റെ നിമിഷവേളകളിൽ നാം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സേവനം നിത്യതയിൽ പ്രതിഫലിക്കുന്നതുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനം മാത്രമാണെങ്കിൽ ഈ യോഗം നഷ്ടമല്ല, ഇതൊരു നേട്ടമാണ്. ഇതിൻ്റെ വിജയം നിത്യതയിൽ പ്രതിഫലിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ തലയ്ക്ക് മുകളിലെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് ഞാൻ ഒരു സുവിശേഷ പ്രഭാഷണാർത്ഥം എത്തിച്ചേർന്നിരിക്കുകയാണ്. സത്യത്തിൽ അല്പം ഫ്ലൈറ്റ് വൈകിയത് കൊണ്ട് സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ ഒരല്പം താമസിച്ചു. എന്നെ കൊണ്ടുപോകുന്നവർ വളരെ വേഗം വാഹനം വിട്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ രവീന്ദ്രൻ എന്നു പേരുള്ള ഒരു തിരുവല്ല സ്വദേശി സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവിടെയാണ് ഈ സുവിശേഷ യോഗത്തിന് പണം ചിലവഴിക്കുന്നതും അധ്വാനിക്കുന്നതും നഷ്ടമല്ല, ഇത് നേട്ടമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. സഭാചരിത്രം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വികലമായി വളച്ചൊടിച്ച് തങ്ങളെയും തങ്ങളുടെ കുടുംബങ്ങളെയും മാത്രം പ്രോത്സാഹിപ്പിച്ച് പ്രദർശിപ്പിക്കുന്ന പലരും ലജ്ജിക്കുന്ന ഒരു ദിവസം വരുന്നു. സകല സഭാചരിത്രത്തിൻ്റെയും യഥാർത്ഥ തനിനിറം വെളിപ്പെടുന്ന ഒരു പേർ വിളിക്കുന്ന ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, നിത്യതയിൽ അത് വെളിപ്പെടും. ഞാൻ കയറി ചെല്ലുമ്പോൾ ഈ സഹോദരൻ പറയുകയാണ്, ഞാൻ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. നിരണം ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയതിന് ശേഷം ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു കണ്ടത്തിന്റെ വശത്ത് ഒരു സുവിശേഷ യോഗത്തിന്റെ അന്തരീക്ഷം കണ്ടു. ഓട്ടോയിൽ നിന്നിറങ്ങി വഴിവക്കിൽ ഓട്ടോ പാർക്ക് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അതുവഴി ഒന്ന് നടന്ന് ആ മയിൽക്കുറ്റിയിൽ ഒന്നിരുന്ന് അല്പ മിനിറ്റുകൾ ഈ പ്രസംഗം വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു. അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ടയാളാണ്. വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു. തനിക്ക് അല്പ മിനിറ്റുകൾ കേട്ടപ്പോൾ ഒരു വസ്തുത മനസ്സിലായി. യേശു തൻ്റെ അടുക്കൽ നിൽക്കുന്നു. യേശു തൻ്റെ അടുക്കൽ നിൽക്കുന്നു. താൻ യേശുവിനോട് ഇങ്ങനെ സംസാരിച്ചു. ക്രൂശിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ അങ്ങയോട് ഒരു ഉടമ്പടി എടുക്കുകയാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകത്തക്ക വിധം മാതാപിതാക്കൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ ചെല്ലുകയും ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവൾ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണെന്ന് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശു കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കും. എൻ്റെ അടുത്ത ചുവടുവയ്പ്പുകൾ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. ഈ പ്രാർത്ഥനാ വാചകം പറഞ്ഞിട്ട് ഇദ്ദേഹം ആ മയിൽക്കുറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം പുലിയൂരിലൊരു സഭയിൽ അദ്ദേഹം ആരാധനയിൽ പങ്കെടുത്തു. അടുത്ത ദിവസം കുടുംബാംഗങ്ങളുമായി ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹ നിശ്ചയ ചടങ്ങിന്റെ ഭാഗമായി വ്യക്തിഗതമായി സംസാരിക്കാൻ അവസരമുണ്ടായപ്പോൾ ആ പെൺകുട്ടി പറയുക, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുക, ഞാൻ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി അംഗീകരിച്ച ഒരു ദൈവവൈതലാണ്. എൻ്റെ ശിഷ്ടമുള്ള ആയുസിന്റെ നാളുകൾ നമ്മുടെ മതചടങ്ങുകളിൻ പ്രകാരം കല്യാണം നടന്നാലും എൻ്റെ ജീവൻ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. തിരിച്ചെന്നെ നിർബന്ധിക്കരുത്. ആ ചെറുപ്പക്കാരൻ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യേശു ജീവിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അതേ
തിരുവല്ല ആ റൂട്ടിന്റെ സൈഡിൽ മയിൽക്കുറ്റിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം കേട്ട യേശു ജീവിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഒരു സങ്കല്പമല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായൻ തേജസ് ഉടുത്തുകൊണ്ട് ഈ യോഗത്തിന് നടുവിൽ അവൻ എഴുന്നള്ളി ഇറങ്ങിയിരിക്കുന്നത് ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ ഇന്ന് രാത്രി 9 മണിക്ക് യോഗം അവസാനിപ്പിക്കും മുൻപ് അഴിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇതിനകത്ത് ബലത്തോടെ ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ യേശുവിന് ഒരു ആരാധന അർപ്പിക്കണം. ഇനിയുമാണ് ഇതിനകത്തെ ഒരു അത്ഭുതം. ഈ പെൺകുട്ടി നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ചില നാളുകൾക്കുള്ളിൽ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകാൻ അപേക്ഷ അയച്ചു. അതനുസരിച്ച് അവർ കുടുംബമായി മറ്റൊരു രാജ്യത്ത് എത്തിച്ചേർന്നു. ഒരു സഭയിൽ ആരാധനയിൽ പങ്കെടുത്തു. ആ സഭയുടെ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുമ്പോൾ പണ്ട കണ്ടത്തിൽ പ്രസംഗിച്ച ഉപദേശി എന്ന മുൻഗണനയിലാണ് എന്നെ ആ രാജ്യത്ത് വിളിച്ചിരിക്കുന്നത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല എന്ന ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി പറയണം, എൻ്റെ യേശുവിന് പകരം പറയാൻ ഒരാൾ ഇവിടെ ഇല്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ ഒരുങ്ങുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഈ ജീവിതം ക്ഷണികമാണ്. ഈ ആയുസ് അതിവേഗം അസ്തമിക്കും. നമ്മൾ ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്. ഈ വചനം ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു ബഹളത്തിൽ എഴുന്നേറ്റ് പോകണം എന്നല്ല ഞാൻ കൊതിക്കുന്നത്. നിങ്ങൾ ക്രൂശിനെ നോക്കി കരഞ്ഞെഴുന്നേൽക്കണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കോമഡി നാടകം അവതരിപ്പിക്കാൻ വന്ന കലാകാരനല്ല ഞാൻ, ക്രൂശിനെ ഉയർത്താൻ വന്ന സുവിശേഷ പ്രഭാഷകനാ. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വില കുറഞ്ഞ പ്രയോഗങ്ങൾ കൊണ്ട് സദസ്സിനെ ഇക്കിളിയിട്ട് ചിരിപ്പിക്കാൻ വന്ന ഒരു കോമഡിക്കാരനല്ല ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സാധുവായി ഞാൻ. എനിക്കിന്ന് രാത്രി ഒരാഗ്രഹമേ ഉള്ളൂ, യേശു എന്ന രക്ഷകനെ ഇവിടെ ഉയർത്തണം. ഇന്ന് രാത്രി അതിനായി കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അല്പമിനിറ്റുകളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ. എന്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം കേട്ടോ. വൈകാരികതയുടെ ഒരു തലത്തിലല്ല, കാൽവറിയുടെ ദർശനം ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ പങ്കുവയ്ക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ശബ്ദം ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില ആത്മാക്കളെ അവരുടെ തടവ് വെട്ടി സ്വതന്ത്രമാക്കാൻ എൻ്റെ കർത്താവിന്റെ കരം ഇവിടെ ബലത്തോടെ ചലിക്കും. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, രക്ഷകൻ മാത്രം ഇന്ന് രാത്രി ഉയർത്തപ്പെടേണ്ടതിന് ഈ യോഗത്തെ പ്രാർത്ഥിച്ച് നിങ്ങൾ കൈമാറുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ബോധപൂർവം പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. വേദപുസ്തകം കൊണ്ടുള്ള എല്ലാ ദൈവമക്കളും ബോധപൂർവം ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് കരങ്ങളിൽ പുസ്തകം ഉയർത്തി ശിരസ് ഉന്നമിപ്പിച്ച് അഭിമാനത്തോടെ ഈ രാത്രി ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്നും വൈശിഷ്ട്യം നിറഞ്ഞതെന്നും സത്യസന്ധമെന്നും ഈശ്വരാസ്തിക്യത്തിന്റെ പ്രഖ്യാപിത രേഖകളെന്നും തെളിയിപ്പാൻ
അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താണ്? ഇവിടെ പ്രസംഗിക്കുന്നത്, മനസ്സിലാക്കുക, നാസയിലെ കുറെ കണ്ടുപിടുത്തങ്ങളല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും ഡാക്കിനി അമ്മൂമ്മയുടെയും കുറച്ച് ഫലിത ബിന്ദുക്കളല്ല. ഞങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രമേയം സുവിശേഷമാണ്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇവിടെ ഉയർത്തുന്നത് സുവിശേഷമാണ്. സുവിശേഷം. ഇന്ന് രാത്രി നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ പ്രസംഗത്തിന്റെ കാമ്പും സത്തുമായ ആത്മീക സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തുറക്കാം വേദപുസ്തകം. തെസ്സലോനിക്കർക്ക് ധന്യനായ പൗലോസ് എഴുതിയ 2 ലേഖനം 1 അധ്യായത്തിന്റെ 10 വാക്യം. 2 തെസ്സലോനിക്കർ 1:10 വാക്യം വേഗം വായിച്ച് സഹായിക്കാം. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി പറയണം, നിത്യനാശം എന്ന ശിക്ഷാവിധി. ശബ്ദം ഉയർത്തി പറയാമോ? അയ്യോ, നീ ശക്തിയോടെ പറഞ്ഞേ. ഒന്ന് കേക്കട്ടെ. ചിലര് ഈ രാത്രി ഇരിക്കുന്നത് കാണുമ്പോഴേ അറിയാം ഇത് പ്രാപിച്ചിട്ടില്ലെന്ന്. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി ഏറ്റുവാങ്ങിയ ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം. ഈ രാത്രി കരങ്ങളൊന്ന് ഉയർത്തി പറയണം, നിത്യനാശം എന്ന ശിക്ഷാവിധി. ഒരിക്കൽ കൂടെ, നരകം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? നരകം സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഒരിക്കൽ നരകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വിദ്വാൻ പറഞ്ഞു, പാസ്റ്റേ പറഞ്ഞു പേടിപ്പിക്കരുത്, നരകത്തിൽ 10 ഏക്കർ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. പുള്ളി വിചാരിച്ചിരിക്കുന്ന വീഗാലാൻഡിൽ പോകുന്നത് പോലെ നരകത്തിൽ പോകുന്നത്. നരകം സങ്കല്പമല്ല. ഞാൻ ഈ രാത്രി പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് എൻ്റെ രക്ഷകൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒരുപോലെ വിശ്വസിക്കുന്നു സ്വർഗം സത്യമാണ്. ഇന്ന് രാത്രി യോഗം അവസാനിക്കും മുൻപ് കാഹളം ധ്വനിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ കർത്തൃസന്നിധിയിലേക്ക് തേജസ്സിൽ എടുക്കപ്പെടുന്നത് ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കണം. യുഗം അതിൻ്റെ സന്ധിയിലേക്ക്, കാലം അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക്, ചരിത്രം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക്, ലോകം ഒരു ദശാസന്ധിയിലേക്ക് അതിവേഗം അടുക്കുകയാണ്. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ അത് സംഭവിക്കും. സ്വർഗം സത്യമാണ് എന്ന് ജീവന്റെ വചനം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ നരകം സത്യമാണോ? വിശുദ്ധ ബൈബിൾ നരകത്തെ കുറിച്ച് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു. നരകത്തെ കുറിച്ച് ഏറ്റവും ശക്തമായി പഠിപ്പിച്ച ഏക ഗുരു നസറയനായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. ക്ഷണം ചിത്തം, ക്ഷണം വിത്തം, ക്ഷണം ജീവനുമാനിയ യമസ്യാ കരുണാ നാസ്തി ധർമ്മസ്യാ ത്വരിതാഗതി എന്ന ശ്രദ്ധേയമായ സംസ്കൃത ശ്ലോകമുണ്ട്. ക്ഷണം ചിത്തം മനസ്സ് ചാഞ്ചല്യമുള്ളതാണ്. ക്ഷണം വിത്തം പണം പറന്നു പോകുന്നതാണ്. യമസ്യാ കരുണാ നാസ്തി, യമന് അഥവാ കാലന് കരുണ എന്നൊന്നില്ല. എത്രയും വേഗം ധർമ്മം ചെയ്ത് മോക്ഷം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രി നമ്മൾ ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്നവരല്ല. അടുത്ത 100 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണുമെന്ന് ഉറപ്പോടെ പറയാൻ കഴിവുള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കണ്ടേച്ചേ പോവൂ. ദൈവത്തിന് സ്തോത്രം. എത്ര നാളുണ്ട് ഇവിടെ? മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ
80 കൊല്ലം കൊണ്ട് 4000 ആഴ്ച കൊണ്ട് ഇവിടുത്തെ പരിപാടി കഴിയും. അതിനുശേഷം ഇരിക്കുന്നവനും കഷ്ടം, നോക്കുന്നവർക്ക് അതിനെക്കാട്ടി കഷ്ടം. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയെന്നുള്ള മട്ടിലായിരിപ്പ്. വനവാസകാലത്ത് യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വെള്ളത്തിന് പറഞ്ഞുവിട്ടൊരു കഥയുണ്ട് മഹാഭാരതത്തിൽ. ശ്രദ്ധേയമാണ് കഥ. ഒരാൾ പോയി വെള്ളം കുടിക്കാൻ കൈക്കുമ്പിളിൽ കോരി വായോടടുപ്പിച്ചപ്പോൾ ഒരശരീരി ശബ്ദം. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണമുറപ്പാകും. പക്ഷെ കുടിച്ചുപോയി ആൾ മരിച്ചു വീണു. 1, 2, 3 മരണം തുടരുകയാണ്. ഒടുവിൽ പറഞ്ഞു വിട്ടയാൾ തന്നെ അവിടെ എത്തി. വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം മുഴങ്ങി, കുടിക്കുന്നതിന് മുൻപ് ചോദ്യത്തിന് ഉത്തരം തരണം. ആ ചിന്തകൻ കുടിക്കാതെ വെള്ളത്തിന്റെ ദാഹം കടിച്ചു പിടിച്ച് അശരീരിയോട് ഉത്തരം കൊടുക്കുകയാണ്. ചോദ്യം 1, ഏറ്റവും പ്രധാന ചോദ്യം. ശ്രദ്ധിക്കണേ, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അദ്ദേഹം കൊടുത്ത മറുപടി കേൾക്കണോ? ഇതാണ് മറുപടി. ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന മനുഷ്യന്റെ മിഥ്യാബോധമാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം. കോവിഡ് ആരംഭിച്ചു, അനേകർ മണ്ണിലേക്ക് മറഞ്ഞു. അല്പമൊരു പനിയിൽ തുടങ്ങിയിട്ട് ഇത് മാറി ഇറങ്ങി വന്നിട്ടാട്ട് കൊച്ചിന്റെ കല്യാണം, വീട് വെക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ കയറിപ്പോയ ആളുകളെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കത്തിച്ച് കളഞ്ഞപ്പം നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും സ്തോത്രം പറയുന്നത് പോരാ കേട്ടോ. അതെ, ഈ രാത്രി ഓർക്ക, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് 2026 വരെ ഈ യോഗത്തിന് നടുവിൽ നിന്നെ കൊണ്ടുവന്നിരുത്തിയത് നിന്നോടുള്ള ദൈവത്തിന്റെ കരുതലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമടിച്ച ശബ്ദം ഉയർത്തി ലജ്ജ കൂടാതെ ഒന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, എന്റെ ആയുസ്സിന് ദൈർഘ്യം നൽകിയത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ആ ഹൃദയാഖ്യാതം ജീവൻ എടുക്കാഞ്ഞത്, ആ ആക്സിഡന്റ് ജീവനെ പൊലിയാൻ അനുവദിക്കാഞ്ഞത്, ആ ഇരുന്ന് വീണ വീഴ്ചയിൽ സ്പൈനൽ കോഡ് തകരാഞ്ഞത്, ആരാധിക്കുന്ന ദൈവവൈതലെ ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത്, ആ ഷുഗർ രോഗം കിഡ്നിയുടെ തലത്തെ തകർക്കാഞ്ഞത് ഇന്ന് രാത്രി നിന്റെ കരുത്തുകൊണ്ടല്ല, എന്റെ ദൈവം നിനക്ക് ആയുസ്സിന് ദൈർഘ്യം അനുവദിച്ചത് കൊണ്ടാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ആരുടെയും മുൻപിൽ അഭിമാനത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതൽ ഉണ്ടെങ്കിൽ നന്ദി കർത്താവേ എന്ന് പറയാൻ നമ്മുടെ നാവുകൾ ചലിക്കുന്ന രാത്രിയാകട്ടെ. ആയുസ്സിന് ദൈർഘ്യം നൽകിയ ദൈവത്തിന്റെ കരുതലോർത്ത് ഈ രാത്രി ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇവിടെ പൗലോസ് പറയുകയാണ്, സുവിശേഷം അനുസരിക്കാത്തവർ. എന്താണ് സുവിശേഷം? എന്തല്ല സുവിശേഷം? സുവിശേഷം പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദിമാതാപിതാക്കൾ പാപത്തിൽ വീണതിന് ശേഷം അവർ മരത്തിന് മറഞ്ഞപ്പോൾ ഒരുമിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച കുറുക്കുവഴിയല്ല സുവിശേഷം. എന്താണ് സുവിശേഷം? പാപത്താൽ നഗ്നരായി ഭരിച്ച ആദിമാതാപിതാക്കളുടെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു മാർഗവുമല്ല സുവിശേഷം. പിന്നെന്താണ് സുവിശേഷം? പുരാതനകാല നിത്യതയിൽ മഹാദൈവം കാൽവറിയിൽ കൂടെ തന്റെ പുത്രനെ തകർത്തൊരുക്കി നിത്യതയ്ക്കായി നമ്മെ ഒരുക്കാൻ ദൈവമിട്ട രക്ഷാപദ്ധതി എന്ന സ്വർഗത്തിന്റെ മാഗ്ന കാർട്ടയാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ ജീവന്റെ വചനം. അത് പറയാൻ ഒരു പ്ലാറ്റ്ഫോം എന്റെ ദൈവം വീണ്ടും ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. എന്താണ് സുവിശേഷം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരത്തില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഗോതമ്പ് ദോശ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. സുവിശേഷത്തിൽ നിന്നും യേശു ക്രിസ്തുവും ക്രൂശും മാറ്റിയാൽ ഒന്നും അധികം വരില്ല. സുവിശേഷത്തിൽ നിന്നും 4 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അത് സുവിശേഷ പ്രസംഗമല്ല.
ഈ കലത്തിനകത്ത് വെറുതെ പേച്ചൂര പറിച്ചിട്ട് തിളപ്പിക്കുന്ന പല പ്രഭാഷകന്മാരും അരങ്ങ് തകർക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ജീവന്റെ വചനം 9 മണിക്ക് ആശീർവാദം പറയും മുൻപ് നിങ്ങൾ ചെവി തുറന്ന് കേൾക്കുക. സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കണം. അതിന്ന് രാത്രി ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. എന്താണ് സുവിശേഷം? ഗോസ്പൽ, ഗോ പോകുക, സ്പെൽ പറയുക, ഗോസ്പൽ പോയി പറയുക. ഗോഡ് സ്പെൽ ദൈവം സംസാരിക്കുന്നത്, ഏവൻഗേലിയോൻ അതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്കൊരു ഏകാഗ്രതയില്ലേ? അതുപോലെ അല്പം ഏകാഗ്രമായി ശ്രദ്ധിക്കണം. എന്താണ് സുവിശേഷത്തിന്റെ പേരുകൾ? 2, സുവിശേഷത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ്? 3, സുവിശേഷത്തിന്റെ സാധ്യത എന്തൊക്കെയാണ്? 4, സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്താണ്? ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അകത്തോട്ട് ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ച ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്തോത്രം പറയാൻ പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോഴറിയാം നിങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തി കത്തി ജ്വലിക്കുന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ബോഡി ലാംഗ്വേജിന്റെ ഭാഷ എന്നത് പ്രസംഗത്തിലെ പ്രസക്തമായൊരു ഭാഗമാണ്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാള് 2 കൈയും പിണച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്നോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറകെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ എന്നോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടക്കുമ്പോൾ ഒരാൾ കണ്ണടച്ച് മയങ്ങിയാൽ എന്നോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിൻ്റെ വലത്തെ കൈത്തലം തലയുടെ പിൻഭാഗത്ത് ചെന്ന് അറിയാതെ വിശ്രമിച്ചാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു കാല് താഴെ വെച്ച് മറ്റേ കാലതിനെ മുകളിൽ വെച്ച് മുകളിലത്തെ കാലം ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പം കൂടെ കൂടെ വാച്ചേ നോക്കിയാൽ നിർത്താറായില്ലേ ഉപദേശിക്കുന്ന പറയുന്നെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്? പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ തൊട്ടാൽ നിങ്ങളുടെ ഇരിപ്പിന്റെ ഡിഗ്രി മാറും. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി പറയട്ടെ, പറയുന്ന കാര്യം മനസ്സിനോട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ സ്തോത്രം. ഓപ്പറേഷൻ വിജയകരമായിരുന്നു, രോഗി ചത്തുപോയി എന്ന് പണ്ടൊരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ നിന്ന് പറഞ്ഞ പോലെ ഇരിക്കും. മനസ്സിലായോ? ഞാനിവിടെ പറയുന്ന വിശദീകരണം നിങ്ങളുടെ മനസ്സിനെ തൊട്ടാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ വ്യതിയാനം വരെ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, വിശപ്പുള്ള ഒരാൾ ഉച്ചയ്ക്ക് വിശന്ന് നിൽക്കുമ്പോൾ ഒരു ഹോട്ടലിന്റെ മുൻപിൽ അതേ വണ്ടി കയറാൻ നിൽക്കുകയാണ്. വറുത്ത മീനിന്റെ മണം അന്തരീക്ഷത്തിൽ ലയിക്കുകയാണെങ്കിൽ ഇയാളുടെ മൂക്കിന്റെ നാസാരന്ധ്രത്തിന്റെ അടിയിലെ 2 ദ്വാരത്തിന്റെ ചലനം ഒന്ന് ശ്രദ്ധിക്കണം, വിവരം അറിയാം. സ്തോത്രം. അല്ല, പറയുന്ന കാര്യം ഉള്ളിൽ തൊട്ടാൽ വായിൽ വെള്ളം വരുമെന്ന് ഞാനിവിടെ ഒന്ന് വിശദീകരിക്കാൻ പോകാം. വാളംപുളി അറിയാമല്ലോ. വാളംപുളിയെ കുറിച്ച് അടുത്ത അല്പമിനിറ്റുകളുടെ പ്രസംഗം എന്താ? അതിന്റെ തവിട്ട് കളറിലുള്ള തോട് പൊളിച്ചു മാറ്റി ഹൽവയുടെ രൂപത്തിലെ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉരച്ച് ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കി ഹൽവ രൂപത്തിലുള്ളത് വിരലിൽ തോണ്ടി അത് നാക്കിൻ ചില ആൾക്കാരുടെ അടിയിലത്തെ മുകളിലത്തെ ചുണ്ടി എന്ന് അതിൻ്റെ ഭാഗത്തേക്ക് നാക്ക് കയറി തൊട്ടേച്ച് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെ വിശദീകരണം കേൾക്കുമ്പോഴേ വായി വെള്ളം വരും. എന്നാ കാര്യം? ഫ്ലൂട്ട് വായിക്കുന്നവന്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? വായിക്കൂടെ വെള്ളം ചാടും. സ്തോത്രം. അത്ര ഒരു കെമിക്കൽ ശരീരമായത്. ഇഷ്ടമുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അറിയാത്ത മാറ്റം വരുമെങ്കിൽ രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾക്ക് സുവിശേഷത്തെ കുറിച്ച് കേൾക്കുമ്പം സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കാൻ അവന് പറ്റില്ല. പ്രാപിച്ച ദൈവകൃപ തിരിച്ചറിയുന്ന ദൈവമക്കൾ അറിയാതെ ആത്മനിർവൃതിയിൽ ആനന്ദിച്ചു തുടങ്ങും. നമ്മുടെ മേൽ വ്യാപരിച്ച നിത്യജീവന്റെ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഞങ്ങൾ ഒന്നിച്ചെന്ന് രാത്രി തനിമയാർന്ന സുവിശേഷം ഇവിടെ ഉയർത്തുകയാണ്. എന്താണ് സുവിശേഷം? ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. മത്തായി 24:14 ഒന്നാമത്തെ പേര്. പ്രവർത്തികളുടെ പുസ്തകം 20:24 രണ്ടാമത്തെ പേര്.
അപ്പോൾ തന്നെ വെളിപ്പാട് 14:6 മൂന്നാമത്തെ പേര്, 2 കൊരിന്ത്യർ 11:4 അതേ നാലാമത്തെ പേര്. 4 പ്രധാനപ്പെട്ട പേരുകൾ ഓടിച്ചു പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ പേര് വായിച്ചാട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം. സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം. ഒന്ന് കരം ഉയർത്തി പറയാമോ എല്ലാവരും കൂടെ ചേർന്ന്? ഈ സുവിശേഷത്തിന്റെ പേര് കേട്ടോ, രാജ്യത്തിന്റെ സുവിശേഷം. എന്താ ഇത്? രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഇതിന്റെ ഗൗരവം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഇരിക്കുന്ന ഒരു രാജ്യത്താണ്. നമുക്കറിയാം, കാണുന്ന രാജ്യമല്ല വലുത്, കാണാത്ത രാജ്യമാ വലുതെന്ന് അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്കറിയാം, ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ള നമ്മൾ മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും റിമോട്ട് കൺട്രോൾ കണ്ണിന് നേരെ നിർത്തി അമർത്തിയാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങൾ കാണുമോ? കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിനത് കാണാൻ ശക്തിയില്ല. എന്തിന്? നമ്മുടെ നാട്ടിലെ വവ്വാലില്ലേ, ഏറ്റവും വിചിത്ര ജീവിയാണ്, ഏറ്റവും കൂടുതൽ ഹൃദയമിടിപ്പുള്ള ജീവിയാണ്. ഫ്ലൈറ്റ് മോഡിൽ മാത്രം കിടക്കുന്ന. എന്തുകൊണ്ടാണ് വവ്വാൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതിന് കാരണമുണ്ട്. സ്തോത്രം. അത് തുടക്കം കുറിക്കുന്നത് ഫ്ലൈറ്റ് പോകുന്നത് പോലെയാണ്. എന്നാൽ വൃക്ഷനിബിഡമായ വനമേഖലയ്ക്കകത്തൂടെ പാഞ്ഞു പോകുമ്പോൾ മുൻപിലത്തെ ഒറ്റ മരത്തേലും ഇടിച്ചു വീഴാതെ ഇത് ഇടയ്ക്കൂടെ യാത്ര ചെയ്യാൻ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളുണ്ട്. അത് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗം, അൾട്രാ വയലറ്റ് റേസുകൾ, ഇൻഫ്രാറെഡ് റേസുകൾ, എക്സ്റേ റേസുകൾ എന്റെ കണ്ണിന് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ അറിയണം, നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? വെൺമണിയിലെ ഒരു പരസ്യ സ്ഥലത്ത് എന്നുള്ളതിനാൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സകലരുടെയും ന്യായാധിപതിയായ കർത്താവിനും അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഇത്രയും ദൈവമക്കൾ ഇവിടുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മതലത്തിൽ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇതിന് ചുറ്റും പറന്നിറങ്ങിയിരിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ വാപൂട്ടിയിരിക്കില്ല. അവരറിയാതെ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ഇന്ന് രാത്രി ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കും. അഭിഷേകം പ്രാപിച്ച ദൈവപൈതലെ, നാളെ നടത്താൻ പാതാള ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി തന്റെ ദൂതനെ അയച്ച് ബന്ധിക്കാൻ കഴിവുള്ള സ്വർഗത്തിന്റെ മിലിറ്ററി ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഞങ്ങൾ കാണുന്ന രാജ്യത്തെക്കാൾ വലുതാണ് ഞങ്ങൾ കാണാത്ത രാജ്യം. ഈ വചനം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ശരീരത്തിൽ ഉദരഭാഗത്തിന് താഴോട്ട് നേർവ് സിസ്റ്റം മുഴുവൻ തകർത്ത് രക്തധമനികളുടെ ചലനത്തെ അവസാനിപ്പിച്ച് ചുരുട്ടി വെച്ചിരിക്കുന്ന ആ ബലഹീനനായ വ്യക്തിക്ക് നേരെ യേശുവിന്റെ നാമം ഉച്ചരിച്ചപ്പോൾ അവന്റെ കർണപുടങ്ങളിൽ വീണ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവന്റെ ഹൃദയ മേഖലയിലേക്ക് ഇറങ്ങി അവന്റെ ഉദരമേഖലകളെ ഭേദിച്ച് അവന്റെ 2 കാലുകളെയും ചുരുട്ടി വെച്ചിരിക്കുന്ന അസ്വസ്ഥതകളെ അഴിച്ചു മാറ്റി സെക്കൻഡ് കൊണ്ട് തുള്ളിച്ചാടുമാറാക്കിയെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, സുവിശേഷ സാധാരണ ശക്തിയല്ല, ഇതൊരു രാജ്യത്തിന്റെ ശക്തിയാണ്. ഗ്ലോറി 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ പാതാള ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും കൊടിയ ബന്ധനങ്ങളെ പോലും തകർത്ത് കളയേണ്ടതിന് എതിരെ വാദിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ചൈതന്യം ഇതിനകത്ത് ഓടി എഴുകുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഞങ്ങൾ ഒറ്റയല്ല, ഇതിന്റെ പുറകിൽ വലിയ സൈന്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. കാണുന്ന രാജ്യമല്ല വലുത്, കാണാത്ത രാജ്യമാണ് വലുത്. ശ്രദ്ധിക്കണേ, കാണുന്ന രാജ്യമല്ല വലുത്, കാണാത്ത രാജ്യമാണ് വലുത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു ചെറിയ പുരയിടത്തിലാണ്. ഇതുപോലെയുള്ള എത്രയോ ഗ്രാമങ്ങൾ ചേർന്നതാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്
നിരവധി സ്ഥലങ്ങൾ ചേർന്നതാണ്. ഇതുപോലെയുള്ള എത്ര ഡിസ്ട്രിക്റ്റുകൾ ചേർന്നതാണ് കേരള സംസ്ഥാനം? കാച്ചിക്ക പോലെ കിടക്കുന്ന ഈ കേരളമേ ഇതുപോലുള്ള നിരവധി ഡിസ്ട്രിക്റ്റുകൾ ചേർന്നതാണ്. ഇതുപോലെയുള്ള നിരവധി ജില്ലകൾ ചേർന്ന സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ മഹാരാജ്യം UN റിപ്പോർട്ട് അനുസരിച്ച് 195ഓളം ലോകരാജ്യങ്ങൾ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങത്തോട് പോലെ പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വെൺമണിയുടെ പുറകിൽ ഇത് ഉൾക്കൊള്ളുന്ന ഡിസ്ട്രിക്റ്റ്, ഇതിന്റെ പുറകിൽ ഇത് ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്, അതിന്റെ പുറകിൽ അത് ഉൾക്കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യം, അതിന്റെ പുറകിൽ അത് ഉൾക്കൊള്ളുന്ന ഭൂഗോളം, ഇനി അതിന്റെ പുറകിൽ 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യൻ എന്ന സൗരയൂഥ കുടുംബം, ഇതിന്റെ പുറകിൽ 40,000 കോടി നക്ഷത്രങ്ങൾ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന മിൽക്കി വേ. സ്തോത്രം. ഇതിന്റെ പുറകിൽ അനന്തം, അജ്ഞാതം, അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചം എന്റെ കണഞ്ഞാങ്കുടുക്ക പോലുള്ള തലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ മഹാപ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ സിംഹാസനം ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഇവിടെ കാണുന്ന രാജ്യത്തിന്റെ പുറകിൽ കാണാത്ത മറ്റൊരു രാജ്യം വ്യാപരിക്കുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചവന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെങ്കിൽ എന്താണ് സുവിശേഷമെന്നറിയാമോ? ഇത് രാജ്യത്തിന്റെ ശക്തിയാണ്. ഈ നിത്യ നരകത്തിലേക്ക് മുഖം വെച്ചു ബന്ധിച്ച് വലിച്ചിഴയ്ക്കുന്ന പൈശാചിക ബന്ധനത്താൽ ഒഴുകിപ്പോകുന്ന ആത്മാക്കളെ ക്രൂശിന്റെ ശക്തി കൊണ്ട് വെട്ടിയെടുത്ത് ദൈവസഭ എന്ന ഈ രാജ്യത്തിനകത്ത് നട്ട് നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രവേശന ശബ്ദമാണ് ഇന്ന് രാത്രി ഈ സുവിശേഷമെങ്കിൽ ഇത് സാധാരണ ശക്തിയല്ല. ഇതൊരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ആളുകളെ പറിച്ചു നടുകയാണ്. ഞാൻ രാത്രി പറയട്ടെ, രാത്രി മുഴുവൻ വെളുപ്പാങ്കാലം വരെ നിയമവിരുദ്ധമായ കോളാമ്പി സകല മരത്തേനും വെച്ച് കെട്ടി പകലും രാത്രിയും ഒരുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും സ്വസ്ഥത കൊടുക്കാതെ മതഗ്രന്ഥങ്ങൾ കണ്ടിന്യൂസ് വായിച്ചാലും ഒരുത്തനെയും കയ്യേറ്റം ചെയ്യില്ല. എന്നാൽ 50 വാട്ട്സിന്റെ കൊച്ചു ബോക്സുമായി ഒരു സാധുവായ ദൈവദാസൻ ഒരു കവലയിൽ ചെന്ന് നിന്ന് അവിടെ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ കയ്യേറ്റം ചെയ്യും, അയാളെ ആക്രമിക്കും. എന്താ കാര്യം? ഒരു രാജ്യത്തിനകത്തു നിന്ന് മറ്റൊരു പറ്റം ആളുകളെ വിടുവിച്ചെടുക്കാൻ ഈ സുവിശേഷത്തിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങിയാൽ ഈ പാതാള ശക്തികൾ വെറുതെ ഇരിക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആ ദൈവപ്രവൃത്തി ഇവിടെ തുടർന്നുകൊണ്ട് ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. നീ രണ്ടാമത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. ധന്യനായ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്. കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവകൃപയുടെ സുവിശേഷം. അത്രേ ശബ്ദമുള്ളോ? ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്തോ സുവിശേഷമാണ്? ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കൂ, 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 പുണ്യം ചെയ്യൂ, പുണ്യം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, മോക്ഷം നേടാം, മോക്ഷം നേടാം. വെടിയും അതെ, ആ ഉരുളിച്ചയും ഉരുളുനേർച്ചയും അർപ്പണവും തർപ്പണവും അങ്ങോട്ട് കൊടുത്ത് മോക്ഷം ഇങ്ങോട്ട് വാങ്ങുന്ന സുവിശേഷമല്ലിത്. നിന്റെ ഒരു പ്രവൃത്തിയും ആവശ്യമില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടും തകർന്ന ഹൃദയത്തോടും നനയുന്ന കവിൾത്തടങ്ങളോടും ശൂന്യതയുടെ കൈകളോടും കൂടെ മെഴുകുതിരി വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളുനേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട. യേശുവേ എന്നിന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിട്ടു നിലവിളിച്ചാൽ നിന്റെ യോഗ്യത കൂടാതെ ഈ രാത്രി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഉയർത്തിയെടുത്ത് പറുദീസയ്ക്ക് അർഹനാക്കാൻ വ്യാപരിക്കുന്ന ഒരു ശക്തി ഇന്ന് രാത്രി ഇവിടെ പ്രവഹിക്കുന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ കൃപ. അനർഹമായ സ്ഥാനത്ത് പകരുന്ന ആനുകൂല്യമായ കൃപ ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്.
ഇന്ന് രാത്രി കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളെന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. പെന്തക്കോസ്തുകാരുടെ മാത്രം കുത്തകയൊന്നുമല്ല കർത്താവിന്റെ വരവ്. ക്രൈസ്തവ സമൂഹം മുഴുവൻ വിശ്വസിക്കുന്നു കർത്താവ് വരുമെന്ന്, അല്ലേ? ദൈവത്തിന്റെ ഏകപുത്രനും നിത്യാവിശ്വാസ പ്രമാണം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വ സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു തിരികിത പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവെന്ന് ക്രൈസ്തവ ലോകം പറയുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരുപറ്റം ദൈവമക്കളാണ് ഈ ഗ്രൗണ്ടിൽ കൂടി വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും മുൻപ് കാഹളത്തിന്റെ ഉരത്ത നാദം മധ്യാകാശ മൈതാനിയിൽ മുഴങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന ബലഹീനതയുള്ള വൃദ്ധനായാലും 95 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചിയായാലും ശരീരത്തിന്റെ ബലഹീനത മാറി 33.5 തിരുവയസ്സിൽ കല്ലറയെ ഭേദിച്ചുയർത്ത യേശുവിന്റെ മഹത്വ ശരീരത്തിന്റെ പ്രഭയിൽ നിത്യതയുടെ പൊൻതളങ്ങളിൽ ആ പുത്തനാം യെരൂശലേമിൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറന്നു കയറുന്ന രംഗം ആത്മകണ്ണുകൾ കൊണ്ട് നിത്യത അനാവരണം ചെയ്തൊന്ന് കണ്ടാൽ ഇവിടെ സ്തോത്രം പറയാതിരിക്കില്ല. പ്രാപിച്ച ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയും. ഉള്ളം തുടിക്കുന്നു, പാദങ്ങൾ പൊങ്ങുന്നു, എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ നീളവും വീതിയും ഉയരവും സമമായ പുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം. അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ എന്ന് പാട്ടുകാരൻ പാടിയ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് എൻ്റെ രക്ഷകൻ അരുളി ചെയ്ത നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുമെന്ന് ജീവന്റെ വചനത്തിൽ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ മർത്യമായത് അമർത്യമായതിനെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പറ്റം വിശുദ്ധന്മാർ സ്വർഗത്തിന്റെ പൊൻതളങ്ങളിൽ കയറുന്ന രംഗം. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അങ്ങോട്ട് കയറുന്ന സമയത്ത് നെഗുൽസൺ പാസ്റ്ററെ ഞാൻ ആ വാതുക്ക വെച്ച് കണ്ടെന്നിരിക്കട്ടെ, കൈ കൊടുത്തേച്ച് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ് കടം വല്ലതും ഉണ്ടോ എന്നാണോ ചോദിക്കുക? സകലതും നഗ്നവും മലർന്നവുമായി തുറന്നു കിടക്കുന്ന ആ മഹാദിവസത്തിൽ എന്റെ താഴെ കത്തിജ്വലിക്കുന്ന നരകത്തിയിൽ 10,000 ഒരു തുള്ളി വെള്ളത്തിനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധുവായി എന്നെ അവിടെ എത്തിച്ച മഹാദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ ഞങ്ങൾ കൈ കൊടുത്തിട്ട് പറയും കൃപാ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന മഹാദൈവത്തിന്റെ കരുതൽ തിരിച്ചറിഞ്ഞാൽ നിനക്ക് ഇന്ന് രാത്രി ഇവിടെ മൗനമായിട്ടിരിക്കാൻ കഴിയുകയില്ല. അത് ഈ രാത്രി ഇവിടെ ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്, ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. അനർഹയായ നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ അതിശക്തമായ ആനുകൂല്യം, ഇത് കൃപയുടെ സുവിശേഷം. ഇനിയും തീർന്നില്ല. മൂന്നാമത് പറയുന്ന വേദഭാഗം ഇങ്ങനെയാണ്. വെളിപ്പാട് 14:6. സമയ ചുരുക്കം കൊണ്ട് വേഗം നീങ്ങട്ടെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചാട്ടെ. ഭൂവാസികളായ സകലരോടും അറിയിപ്പാൻ, ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എല്ലാ ദൈവമക്കളും ചേർന്നെന്ന് പറയണേ, നിത്യ സുവിശേഷം. ഒന്നുകൂടെ ശബ്ദം ഉയർത്തെ, തലയ്ക്ക് മുകളിലെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, എന്താ സുവിശേഷമാ? 1, ഇത് രാജ്യത്തിന്റെ സുവിശേഷം. 2, ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഇത് നിത്യ സുവിശേഷം. എന്താ നിത്യ സുവിശേഷം എന്ന് പറഞ്ഞതിന് അർത്ഥം? യേശു ക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷത്തിന്
എത്ര നാൾ ആയുസുണ്ട്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏദനിലെ പാപം ചരിത്രത്തിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കാൽവറിയിലെ യാഗം ചരിത്രത്തിൽ സംഭവിക്കേണ്ടി വരുമായിരുന്നുവോ? എന്തുകൊണ്ടാണ് കാൽവറിയിലെ യാഗം സംഭവിച്ചത്? മനുഷ്യകുലത്തിൽ ഏദനിലെ പാപമുണ്ടായത് കൊണ്ടല്ലേ? എന്നാൽ വെളിപ്പാട് പുസ്തകം പറയുന്നൊരു വചനമുണ്ട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ, എതിർ ക്രിസ്തുവിന്റെ മുൻപിൽ മുട്ടിടിച്ച് വീഴാൻ തുടങ്ങുന്ന സമൂഹത്തെ ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ലോകസ്ഥാപനം മുതൽ ഒരാൾ അറുക്കപ്പെട്ടു. ആരറുക്കപ്പെട്ടു? കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആഴിയില്ല, ഊഴിയില്ല, തരിയില്ല, താരങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല, നാം കാലൂന്നി നിൽക്കുന്ന ഭൂമിയില്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന ഗാലക്സികളോ നക്ഷത്ര ഇല്ല. ഇത് മുഴുവൻ നിതാന്ത ശൂന്യതയിൽ നിലകൊള്ളവേ തൃത്വം മാത്രം സമ്പൂർണതയിൽ പുരാതനകാല നിത്യതയിൽ വിരാജിച്ചരുളുമ്പോൾ വെൺമണിയിൽ നിന്ന് സാധുക്കളായ ഒരുപറ്റം ആളുകളെ നിത്യതയിൽ എത്തിക്കുക എന്ന പ്ലാനോടുകൂടെ സ്വർഗം നിത്യതയിൽ പ്ലാൻ ചെയ്ത മഹാപദ്ധതിയാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ ജീവന്റെ വചനമെങ്കിൽ ഇതിന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുമ്പോൾ അത് അകത്തളത്തിൽ ഏറ്റെടുത്ത ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് നിത്യജീവന്റെ സുവിശേഷമാണ്, ഇത് നിത്യ സുവിശേഷമാണ്. ഞാൻ പറയാം, 550 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. 550 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കള്ളനോട്ടേ നമ്മൾ കണ്ടിട്ടില്ല. 550-ൻ്റെത് സാധ്യതയില്ല. എന്നാ കാര്യം? ചെലവാകുകയില്ല. എന്നാ കാര്യം? 550-ൻ്റെ ഒറിജിനൽ ഇല്ല. ഒറിജിനൽ ഉള്ളിടത്ത് മുഴുവൻ എന്തോ കാണും? കള്ളം കാണും. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ സുവിശേഷത്തിന് നേരെ കള്ളൻ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ, നാം പ്രാപിച്ചിട്ടില്ലാത്ത മറ്റൊരാത്മാവിനെ, നമ്മൾ വിശദീകരിക്കാത്ത മറ്റൊരു സുവിശേഷത്തെ, 3 വ്യാജ ചരക്ക് സഭയ്ക്കകത്ത് നന്നായി കച്ചവട ചരക്കാണ്. ഒന്ന് മറ്റൊരേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ സദസ്സിന് മുൻപിൽ കച്ചവടവൽക്കരിച്ച് 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗങ്ങൾക്ക് പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസത്തെ, ഞാൻ ആ ഭാഷ വ്യക്തമായി പറയുന്നു, ഈ ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസത്തെ സുവിശേഷമെന്നല്ല മറ്റൊരു സുവിശേഷമെന്നാണ് പറയേണ്ടത്. അതിന് നടുവിൽ ഈ ജീവന്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, ഈ സുവിശേഷം നിത്യജീവന്റെ സുവിശേഷം. ഇനി ഈ സുവിശേഷത്തിന്റെ സവിശേഷത എന്താ? ശ്രദ്ധിച്ചു കേൾക്കണേ. ലോകത്തിലെ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് സ്ഥാപകരുടെ ആശയത്തിലാണ്. ശ്രദ്ധിക്കൂ, ബുദ്ധമതത്തിന്റെ നിലനിൽപ്പ് ബുദ്ധന്റെ ആശയത്തിൽ, ജൈനമതത്തിന്റെ നിലനിൽപ്പ് ജൈനന്റെ ആശയത്തിൽ, സിഖ് മതത്തിന്റെ നിലനിൽപ്പ് ഗുരുനാനാക്കിന്റെ ആശയത്തിൽ, മുഹമ്മദ് നബിയുടെ മുസ്ലാം മതത്തിന്റെ നിലനിൽപ്പ് മുഹമ്മദ് നബിയുടെ ആശയത്തിൽ, സ്ഥാപകരുടെ ആശയങ്ങളിലാണ് മതങ്ങൾ നിലകൊള്ളുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗം നിലകൊള്ളുന്നത് എൻ്റെ യേശുവിന്റെ ഒരു പിടി ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇത്രയും ദൈവമക്കൾ കൂടി വന്നിരിക്കുമ്പോൾ തേജസ്സിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന എൻ്റെ രക്ഷകന്റെ ആളത്വത്തിലാണെങ്കിൽ അവൻ ഇന്ന് രാത്രി കൈവച്ചാൽ നിന്റെ കെട്ടഴിയും. അവൻ ഇന്ന് രാത്രി കൈവച്ചാൽ നിന്റെ ബന്ധനം തകരും. ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ആ 2 കൈകളും ഉയർത്തി യേശുവേ എന്ന്, പോരാ, ആ 2 കൈകളും ഉയർത്തി, 2 കൈകളും ഉയർത്തി, ആ 2 കൈകളും ഉയർത്തി വാ തുറന്ന യേശുവേ എന്ന് ഒന്ന് ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി വിളിച്ചാൽ നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ബന്ധനങ്ങളെ അടിച്ചു മാറ്റാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി തേജസ്സിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ഇതൊരു പിടി ആശയമല്ല, ഇത് മരണത്തെ ഉയർത്തെഴുന്നേറ്റ ഒരു അസാധാരണ ആളത്വമാണ്. ശ്രദ്ധിക്കണേ, ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും
നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജനിച്ചതൊന്നും ആരും പ്രവചിച്ചിട്ടല്ല, നമ്മൾ വന്ന കൂട്ടത്തിൽ വന്നതാണ്. എന്നാൽ പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മധ്യസ്ഥത അണച്ച്, പ്രവചിച്ചതുപോലെ ദൈവശക്തി പകർന്ന്, പ്രവചിച്ചതുപോലെ മടങ്ങി വരുന്ന ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അല്ലാതെ ഒരുത്തനുമില്ലെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പറയണം, ഇത് ഒരുപിടി ആശയമല്ല, ഇത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആളത്വമാണ്. ദാവീദിന്റെ സന്തതിയായി കേട്ടോ, വംശാവലി സങ്കല്പമല്ല, വംശാവലി യാഥാർത്ഥ്യമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ തലയ്ക്ക് മുകളിൽ കരമുയർത്തി വിളിച്ചു പറയണം, അവനെ ഉയർത്തുന്നതാണ് ഈ ദൈവശക്തിയുടെ വ്യാപാരം. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ യേശുവേ എന്ന് ഒന്ന് വാ തുറന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ കെട്ടിനെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അക്കാലാതീതയിൽ നിന്ന് അക്കാലി തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറ തീർന്ന പവിത്ര ജീവിതം നയിച്ച് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ച് 33.5 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപശാപ കാലൂഷ്യങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ കാരിനും പാണികളെ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാൺക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ എന്ന യേശു ആ വലത്തു കരങ്ങളിൽ, ആ പരിശുദ്ധ കരങ്ങളിൽ തിരുരക്തവുമായി മധ്യസ്ഥത അണച്ച് ഇനി അധികം താമസിക്കാതെ കൈകളിൽ ചെങ്കോൽ പിടിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേയനായ യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് വിളിച്ചു പറയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇത് ഒരുപടി തത്വമല്ല, ഇത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആളത്വമാണ്. ഞാൻ ഈ രാത്രി ഒരു ചോദ്യം ചോദിക്കുന്നു, ഇത്രയും അടിച്ചമർത്തപ്പെട്ട ഒരു മാർഗം ക്രൈസ്തവ മാർഗം പോലെയുണ്ടോ? സ്തോത്രം. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ചു മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറി ചവിട്ടി പൊട്ടിച്ചും വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലകളിൽ ചേർത്ത് കെട്ടി 2 ഭാഗത്തേക്കും തുണ്ടുകളാക്കി കീറി മാറ്റിയും മുപ്പല്ലിയിൽ കുത്തിയുയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞും കുനിച്ചു നിർത്തി കഴുത്ത വെട്ടിത്തിളങ്ങുന്ന പടവാൾ കൊണ്ട് വെട്ടിമാറ്റിയും 10,000 വിശുദ്ധന്മാരെ റോമൻ ഗവൺമെന്റ് കൊന്നുകൂട്ടിയിട്ടും ഈ മാർഗം അസ്തമിക്കാഞ്ഞതിന്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തി എന്തെന്നറിയാമോ? എന്തിന് ക്രൈസ്തവരെ നിരത്തി നിർത്തി കൂട്ടക്കുരുതി കഴിക്കുന്ന അക്രമകാരികളായ മുസ്ലിം തീവ്രവാദികൾ ഈ തലമുറയിൽ അഴിഞ്ഞാടുമ്പോഴും അവരുടെ തലസ്ഥാന നഗരികളിൽ അവരുടെ മുറികൾക്കകത്ത് വെളിപ്പെട്ട് ഞാൻ ജീവിക്കുന്ന രക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു സുവിശേഷകന്റെ സാന്നിധ്യമില്ലാതെ ഇന്ന് രാത്രി ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാഖിലും ഇറാനിലും ആയിരങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന യേശുവിന്റെ ആത്മസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു, പാകിസ്ഥാനിലെ ഒളിവ് സഭകളുടെ ഉത്ഭവം എവിടെ? ഇറാനിലെ 10,000 രഹസ്യ സഭകളുടെ തുടക്കം എവിടെ? പഞ്ചാബിലെയും ഹരിയാനയിലെ സഭകൾ മാത്രമല്ല, ഇന്ന് രാത്രി പറയട്ടെ, അവൻ മരിച്ചിട്ടില്ല. നിലവിളിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് പോകും മുൻപ് ഞങ്ങൾ കൈവെക്കാതെ നിന്നെ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശു ഇതിനകത്തുണ്ട്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, അവൻ സാധാരണക്കാരനല്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ തിളങ്ങി വന്നിട്ട്
മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്നരുളി ചെയ്ത യേശു ജീവിക്കുന്ന സത്യമെങ്കിൽ ഞാൻ ഈ രാത്രി ചോദിക്കുന്നു, ദൈവസഭയെ മുടിച്ചു മുന്നേറിയ ശൗലിനെ മാർഗം തിരിച്ചു വിടുവാൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ തിളങ്ങിയെത്തിയ പ്രഭയിൽ വിളങ്ങി വന്നത് ഒരു സുവിശേഷകനുമല്ല, അവൻ തന്നെയാണെങ്കിൽ രാത്രി ചെവി തുറന്ന് കേൾക്കണം. ദൈവമെന്നൊരു പ്രതിഭാസമുണ്ടെങ്കിൽ 4:30 ഇതുവഴി പോകുന്ന ട്രെയിനിന്റെ സമയത്തിന് മുൻപ് എന്റെ മുറിയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ രാവിലെ 4:30 ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് മുറിക്കകത്ത് ദൈവത്തെ കാത്തിരുന്ന ഒരു സുന്ദര സിംഗ് എന്ന സിഖ് യുവാവായ തീവ്രവാദിയുടെ മുറിക്കകത്ത് ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത യേശു ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ അഴിച്ചെടുക്കാൻ തേജസ്സിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, അവൻ സാധാരണക്കാരനല്ല. ഇന്ന് രാത്രിയും നിന്റെ വിഷയത്തിന്മേൽ കൈവക്കാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ എല്ലാവരും ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി ജീവന്റെ ശക്തി വ്യാപരിക്കുകയാണ്. മുൾപ്പറപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്തമരാത്തതുപോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ദൈവ തേജസ്സിന്റെ മുൾപ്പറപ്പ് പോലെ നിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി കത്തുന്ന രാത്രിയാണ്. രക്തത്താൽ ചെയ്യും എന്തെങ്കിലും കൃമികീടങ്ങൾ ഈ മുൾപ്പറപ്പിൽ ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ച് ചാമ്പലാക്കുന്ന തീയാണിത്. എന്നാൽ ഇതിനെ കത്തിക്കാൻ കഴിയില്ല. അസാധാരണമായ ദൈവാത്മാവിന്റെ വ്യാപാരം ഈ രാത്രി ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവ വാഗ്ദത്വത്തിനെതിരെ, ശുശ്രൂഷയുടെ പൂർണ്ണതയ്ക്കെതിരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന നിത്യതയുടെ ദൈവിക പദ്ധതിക്കെതിരെ ഇന്ന് രാത്രി വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ദുഷ്ടശക്തികളെ മനുഷ്യന്റെ കൈവെക്കാതെ ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യത്താൽ ഇവിടെ അഴിച്ചു മാറ്റാൻ ആ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കാട്ടെ. ഓ രക്തത്താൽ ജയം. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഒരുവനെ കൊണ്ടു നിർത്തിയിട്ട് തേരിനോട് ചേർന്ന് നടക്കാൻ അന്തർനിയോഗം നൽകിയ ദൈവശബ്ദം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ അലയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തത്താൽ ജയം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം വ്യാപരിച്ച ദൈവപുത്രന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനെ പോലെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ തിരിച്ചു പറയണം, ഈ രാത്രി യേശു ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഇതിനകത്ത് ഇന്ന് രാത്രി ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മൂടുന്ന, നിന്റെ കണ്ണുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന, നിന്റെ കാതിന്റെ ശക്തി ഏറ്റെടുക്കുന്ന, നിന്റെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന, നിന്റെ ത്വക്കിന്റെ ചലനം ഏറ്റെടുക്കുന്ന പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ ജ്വാല ഇന്ന് രാത്രി ഇവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ രാത്രി ആത്മവ്യാപാരം അനുഭവിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി യേശു ഇതാ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കരത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ സാധാരണക്കാരനല്ല, അവൻ ഇന്ന് രാത്രി ആളത്വമാണ്. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. 70,000 നിരപരാധികളെ അരിഞ്ഞുകൂട്ടിയ ഹമാസ് തീവ്രവാദികളുടെ തലവന്റെ മകൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് പുറകിൽ ജയിലറയിലായിരിക്കുമ്പോൾ ദർശനത്തിൽ മുറിക്കകത്ത് ജയിൽ മുറിയിൽ ഇറങ്ങിച്ചെന്ന് ഞാനാണ് നസ്രായനായ യേശു എന്ന് പറഞ്ഞ് അവനെ സത്യത്തിലേക്ക് നയിച്ച രക്ഷകൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരുപടി ആശയമല്ല, ഇത് മതത്തിന്റെ ധർമ്മകർമ്മമല്ല. ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ സുവിശേഷം എന്താണ്? സുവിശേഷം അത് ഒരു വ്യക്തിയാണ്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു. ആ കരങ്ങളൊന്ന് ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? പലരുടെ മുഖത്ത് നോക്കിയിട്ട് അത്ര ഉറപ്പൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ചില പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കത്തുകയാണ്.
ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഈ ശബ്ദം ഇന്ന് രാത്രി ഈ ദേശത്തൊന്ന് മുഴങ്ങണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു വസ്തുത പറയാം. ലോകത്തിലെ സകല ശരണമന്ത്രങ്ങളെക്കാൾ ശക്തിയുള്ളൊരു നാമമുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി വിളിക്കുന്ന യേശു എന്ന നാമമാണ്. സകല മുഴങ്കാലും മടങ്ങുന്ന നാമമുണ്ടെങ്കിൽ യേശു എന്ന നാമമാണ്. ജോസേഫും മറിയയും കൂടി ആലോചിച്ചു മകന് കൊടുത്ത പേരല്ല യേശു. മണ്ണിലെ മാതാപിതാക്കൾ കൊടുത്ത പേരല്ല യേശു. വിണ്ണിലെ അപ്പൻ കൊടുത്ത പേരാ യേശു. മനുഷ്യ കുലത്തിൽ ഇതുപോലെ ഒരുവനെ ചരിത്രം കണ്ടിട്ടില്ല. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഉയർത്തി പറയുന്നു, യേശുവിന് തുല്യം യേശു മാത്രം. കരം താഴ്ത്തണേ. എന്താ ഇത് പറയുന്നതെന്ന് പറയാം. എന്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ രണ്ട് പിതൃത്വങ്ങൾ, രണ്ട് ജന്മപ്രകൃതികൾ കാണുന്ന DNA-യിലെ XY ക്രോമോസോം ബന്ധം കാണും. സ്കൂൾ കുട്ടികളോട് ചോദിക്കണം, പഠിക്കുന്നവരോട്. പുരുഷന്മാരിൽ നിലകൊള്ളുന്ന പ്രധാന ക്രോമോസോം Y ക്രോമോസാണ്. XY ക്രോമോസോമുകൾ പുരുഷന്റെ ഭാഗമാണ്. എന്നാൽ സ്ത്രീയുടെ ക്രോമോസോം XX ക്രോമോസോമാണ്. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. സ്തോത്രം. XX ക്രോമോസോം, Y ക്രോമോസോം, ഇതിന്റെ വ്യത്യാസം എന്താ? അമ്മയുടെ ക്രോമോസോം മാതൃത്വം 8 or 9 ജനറേഷൻ കഴിയുമ്പോൾ അവസാനിക്കും. എന്നാൽ ചെവി തുറന്ന് കേൾക്കണേ, 50,000 വർഷം കൊണ്ട് പോലും ക്രോമോസോം ബന്ധം അവസാനിക്കാത്ത ജനിതക ഘടന അപ്പനിൽ നിന്ന് പകരും. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നടക്കുന്ന അസാധാരണ അത്ഭുതങ്ങളിൽ ഒന്നാണ് മിസോറാം മണിപ്പൂർ മേഖലയിൽ നിന്നും സ്തോത്രം ബെനെ മനേഷെ എന്നറിയപ്പെടുന്ന ഒരു സമൂഹം ഇസ്രായേലിലേക്ക് വണ്ടി കയറുകയാണ്. എന്താ കാര്യം? 448 പേരാണ് കോവിഡ് കാലത്ത് ആദ്യം പോയത്. ഇന്ന് 6000 പേരുടെ വിസ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. എന്താ കാര്യം? യഹൂദന്മാരുടെ ശനിയാഴ്ച ആചാരം വെച്ച് പുലർത്തുന്ന ആ സമൂഹത്തെ തിരിച്ചറിഞ്ഞ് അവിടെ നിന്നെത്തിയ ശാസ്ത്രീയ സംഘം ബെനെ മകൻ മനശയുടെ മക്കൾ, നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങളിലെ മനശയുടെ മക്കൾ പാർക്കുന്ന ഇടത്ത് നിന്ന് അവരുടെ രക്തസാമ്പിൾ പരിശോധിച്ച് ഇസ്രായേലിൽ എത്തിച്ച DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ Y ക്രോമോസോമിന്റെ പിന്തുടർച്ചയാണ് വ്യാപരിക്കുന്നത്. അങ്ങനാണെങ്കിൽ മോശ എഴുതിയ വാക്കുകളുണ്ട്, നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയാലും ഞാൻ അവരെ അവിടുന്ന് മടക്കി വരുത്തും എന്ന വചനം സത്യമാണെങ്കിൽ ഈ രാത്രി പറയട്ടെ, പിതൃത്വം അറിയാം ജന്മ ക്രോമോസോമുകളിലൂടെ. ചെവി തുറന്ന് കേൾക്കണേ. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ചു മരിച്ചു മൺമറഞ്ഞ സകല ബുദ്ധിരാക്ഷസന്മാരും സകല യുഗപ്രഭാവന്മാരും സകല സമുദായ പരിഷ്കർത്താക്കളും ആദാമ്യ ക്രോമോസോമിന്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ അപ്പൻ ആദാമിന്റെ രക്തത്തിന്റെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ മനുഷ്യ കുലത്തിൽ നിന്നല്ലാത്ത പിതൃത്വത്തിൽ ഈ മണ്ണിൽ ജനിച്ചു വീണ ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തനുമില്ലെന്ന് പറയാൻ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആ തലയ്ക്ക് മുകളിൽ കരമുയർത്തിക്കൊണ്ട് ശബ്ദം ഉയർത്തി വിളിക്കണം, യേശുവേ എന്ന്. പോരാ, ഒന്ന് കരമുയർത്തി വിളിച്ചാട്ടെ, ഒന്ന് കരമുയർത്തി ശബ്ദം ഉയർത്തി വിളിച്ചാട്ടെ, ലജ്ജ കൂടാതെ വാ തുറന്ന് വിളിച്ചാട്ടെ ഇന്ന് രാത്രി യേശുവേ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിന്റെ മരണം, ആ കാൽവറി ബലി മരണം, അതെന്റെ പാപമോചനത്തിനുള്ള എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് കടന്നു കയറി വിശ്വസിക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന പാപത്തിന്റെ ശക്തിയെ അഴിച്ചു മാറ്റി നിന്നെ പർദീസയ്ക്ക് ഓഹരിക്കാരനാക്കാൻ എൻ്റെ നാഥന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പൂടെ പറയട്ടെ. ഇന്ന് നീ ഇത് അവഗണിച്ചാൽ കാത്തു കിടക്കുന്നത് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാകട്ടോ. എന്നാൽ ഇന്ന് രാത്രി കൈനീട്ടി ഏറ്റെടുത്താൽ എന്നെ കാത്തു നിൽക്കുന്നത് നിത്യജീവന്റെ സ്വർഗ
സ്വർഗമാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ അടുത്തിരിക്കുന്ന ആളിന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധം ആ കരമൊന്ന് അടിച്ചു ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശു എന്ന് ഹൃദയം തുറന്ന് ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണദൂതന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുത തിരിച്ചറിയണം. സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചൊരു പ്രയോഗമുണ്ട്, നിത്യനാശം എന്ന ശിക്ഷാവിധി. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനം ചെവി തുറന്ന് കേൾക്കണേ. നരകമുണ്ടെന്ന് പഠിപ്പിച്ചത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ വെട്ടിയെടുത്തെറിഞ്ഞു കളക. രണ്ട് കൈയുള്ളവനായി സ്തോത്രം നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാൽ, മീൻ ഊറക്കിടുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? മീൻ ഉപ്പിടുന്നത്, ആദ്യം ഉപ്പ് അങ്ങോട്ട് അടുക്കും, പിന്നെ അതിൻ്റെ പുറത്തോട്ട് മീൻ അടുക്കും, പിന്നെ അങ്ങോട്ട് ഉപ്പടുക്കും, പിന്നെ അങ്ങോട്ട് മീൻ അടുക്കും. ഇങ്ങനെ ഉപ്പിനകത്ത് മീൻ പുതപ്പിച്ച് വെക്കുന്ന ഒരു പ്രക്രിയയുണ്ടെങ്കിൽ, ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകത്തിൽ മനുഷ്യനെ പുതപ്പിച്ച് വെക്കുന്ന ഒരു കാലം മുൻപിലുണ്ടെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ വാക്കുകൾ സത്യമാണെങ്കിൽ, അതിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ് എൻ്റെ രക്ഷകൻ ക്രൂശിൽ മരിച്ചതെന്ന് ഒരു വ്യക്തി ഇവിടെ അതിരി കടന്ന് വിശ്വസിച്ച് വാ തുറന്ന് ഏറ്റുപറഞ്ഞാൽ നിന്റെ നരകം മാറി നിനക്ക് പറുദീസ ഉറപ്പിക്കുന്നതാണ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം. ഞാൻ ഈ രാത്രി ഒരു കൊച്ചു സംഭവം പറയാം. എൻ്റെ കുഞ്ഞുങ്ങൾ പറക്കുന്ന ഡാളസിൽ പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു സഹോദരി പ്രസവാർത്ഥം പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. പ്രസവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ അസാധാരണ ഹൃദയമിടിപ്പ് വ്യതിയാനമുണ്ടായി. ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന്റെ ചലനം വ്യതിയാനപ്പെടുന്നു, ഓപ്പറേഷൻ നടത്തണം. പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും ഇവളുടെ ലങ്സിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ തുടങ്ങുകയാണ്. ഓക്സിജൻ കൊടുത്തു. ഭർത്താവ്, അവൻ്റെ പേര് ജോൺസൺ എന്നാണ്, വിളിച്ചു പറഞ്ഞു, അറിയിക്കേണ്ടവരെ അറിയിച്ചു, ലങ്സിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ തുടങ്ങുന്നു, ഓക്സിജൻ വെന്റിലേറ്ററിലാണ്. ഈ സമയത്ത് പാസ്റ്ററും വിശ്വാസികളും ഓടി അവിടെ എത്തി. ഞാനൊരു ദൂതിടയ്ക്ക് പറയാം, മരണത്തിൻ്റെ സമയമാകുന്നതിന് മുൻപ് ജീവന്റെ മേൽ കൈവയ്ക്കാൻ മരണദൂതൻ ശ്രമിച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധനത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവർ ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, രാവിലെ ഞങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിയുമായി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇടയാകരുത്. രാവിലെ അവൾ കണ്ണ് തുറന്ന് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണണം. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മരണദൂതന്റെ കണികളെ അഴിച്ചു മാറ്റാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിയായപ്പോൾ ആ സഹോദരി ജീവനിലേക്ക് കണ്ണു തുറന്നു. സ്തോത്രം. വെന്റിലേറ്റർ മാറ്റിയപ്പോൾ ഈ സഹോദരി പറഞ്ഞ വാക്കുകൾ കേൾക്കണം. പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ എന്റെ ബാഹ്യ രൂപത്തിന് തുല്യമായ ഒരു ആളത്വം പുറത്തിറങ്ങി. എന്റെ ബോഡി നിലത്ത് ബെഡിൽ കിടക്കുന്നതും ഡോക്ടേഴ്സ് അതിൽ എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ അതിവേഗം ഉയർന്നു. എന്നോടുകൂടെ ആരുമില്ലാതിരുന്നു. ഞാൻ വിശാലമായൊരു പ്രതലത്തിലെത്തി. ഞാൻ നോക്കിയപ്പോൾ തങ്കം കൊണ്ട് തീർത്ത ഒരു വലിയ കവാടം, അതിന്റെ മുൻപിൽ വെള്ളിച്ചിറകുള്ളൊരു മാലാഖ കാവൽ നിൽക്കുന്നു. ഞാൻ ആ കവാടത്തിന്റെ ഭാഗത്തോട്ട് അടുത്തപ്പോൾ അതിനകത്തെ സന്തോഷം എൻ്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞ് കവാടത്തോട് അടുക്കുമ്പോൾ വാതിക്കൽ നിൽക്കുന്ന ദൂതൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും നിനക്കായി പ്രാർത്ഥിക്കുന്നു. മടങ്ങിപ്പോകൂ. ശബ്ദം കേൾക്കായി വന്നതും ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ചതും ഒരുപോലെ ആയിരുന്നു. അവഗണിച്ചാലും പരിഗണിച്ചാലും എതിർ
എതിർത്താലും എതിരേറ്റാലും, നീ പുറങ്കാൽ കൊണ്ട് തള്ളിയാലും സ്വീകരിച്ചാലും, ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വിളിച്ചു പറയുന്നു, ധനവാന്റെയും ലാസറിന്റെയും സംഭവകഥ സത്യമാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ മാറുമ്പോൾ അത് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് നിന്റെ രക്ഷയ്ക്കായി സ്വീകരിക്കുന്ന രാത്രിയാകണം. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വായി തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എൻ്റെ പിന്നിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഈ രാത്രി ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് ചുറ്റും നിഴൽ കൊള്ളുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇവിടെ തന്നെയല്ല, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ നിത്യജീവന്റെ വചനം കടന്നു കയറുന്ന ഇടത്തെല്ലാം ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ഓട്ടോകൾക്കകത്ത്, ചില ടെറസിന്റെ മുകളിൽ, ചില സിറ്റ് ഔട്ടുകളിൽ അടുത്ത ദിവസം മരണദൂതൻ മുഖം മൂടാൻ തുടങ്ങുന്ന ചില പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ യേശുവിന്റെ കരം ഇറങ്ങിച്ചെല്ലുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. മരണം കൊതിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യയുടെ ബന്ധനങ്ങളെ ഇന്ന് രാത്രി വചനത്തിന്റെ വ്യാപാര ശക്തി അഴിച്ചു മാറ്റുന്ന രാത്രിയാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. രക്തത്താൽ ജയം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ രക്തത്തുള്ളികൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില പാപക്കറകളെ കഴുകിക്കളയാൻ യേശുവിന്റെ ചോരക്കറ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ, നിന്റെ വസ്ത്രത്തേക്കാൾ അടുക്കൽ, നിന്റെ ശ്വാസത്തേക്കാൾ അടുക്കൽ, നിന്റെ ഉച്ഛ്വാസ ശ്വാസത്തേക്കാൾ അടുക്കൽ, നിന്റെ തലച്ചോറിനെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ, ആത്മഹത്യയുടെ വ്യാപാരത്താൽ നിരാശയിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ അതിൽ നിന്നെ വിടുവിപ്പാൻ ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കൽ നിൽക്കുന്ന കാഴ്ച തിരിച്ചറിയുന്നെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു തീജ്വാല കത്തി ഉയരുന്നത് പോലെ ഇന്ന് രാത്രി ഗ്രൗണ്ടിന് ചുറ്റും ദൈവ തേജസ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളുടെ മേൽ വയ്ക്കുന്ന രാത്രിയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ രാത്രിയെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് ഒന്ന് ലജ്ജ കൂടാതെ വിളിച്ച്, ലജ്ജ കൂടാതെ ഇന്ന് രാത്രി വിളിച്ച് നിങ്ങൾ മുഴുവൻ ഗോൽഗോത്തയിലേക്ക്, കാൽവറിയിലേക്ക്, ആ ക്രാനിയോനിലേക്ക് കണ്ണുകൾ ഉയർത്തണം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി പിടഞ്ഞു മരിച്ച യേശുവിനെ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിയിട്ട് എൻ്റെ പാപമോചനത്തിന് എൻ്റെ ദൈവം ചെയ്ത പദ്ധതിയാണിത് എന്നിന്ന് രാത്രി ഒന്ന് ആത്മാവിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്താൻ യേശുവിൻ്റെ കരം ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, ആ ക്രൂശിൽ പിടയുന്ന സമയം അവിടുന്ന് ചിന്തിച്ചു, ഇനിയും എന്തെങ്കിലും നിവർത്തിക്കപ്പെടാനുണ്ടോ? അവിടുത്തേക്ക് മനസ്സിലായി, അവർ എൻ്റെ ദാഹത്തിന് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന ശബ്ദം നിവർത്തിക്കപ്പെടണം. അതിനുവേണ്ടി അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്, ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച വീഞ്ഞിനോടുകൂടെ കൃത്യ അനുപാതത്തിൽ ലയിപ്പിച്ചുണ്ടാക്കിയ ലോക്കൽ അനസ്തേഷ്യ യേശുവിന് കൊടുക്കാൻ വെച്ചു നീട്ടുമ്പോൾ മയങ്ങാനുള്ള മരുന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായവരെ വിടുവിച്ചെടുക്കേണ്ടതിന് മരണത്തെ കൊണ്ട് മരണത്തിന് മരണമേർപ്പെടുത്താൻ വന്ന യേശു അത് വേണ്ട എന്ന് വെച്ചു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ഒന്ന് കണ്ണു തുറന്നേ, ഒന്ന് കണ്ണു തുറന്നേ. ഞാൻ ഈ രാത്രി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിനയത്തോടെ വെല്ലുവിളി ഭാവത്തിൽ ചോദിക്കുന്നു, ലോകത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു മരണം ഉണ്ടായിട്ടുണ്ടോ?
ഉടനെ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്ക്, എങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നത്? ഭൂഗർഭം തിളച്ച് മറിയുന്ന ലാവയാണ് കേന്ദ്രഭാവം, കോർ ഭാഗം. അതിന് മുകളിൽ 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകളാണ്. അതിന് മുകളിൽ ഭൂഖണ്ഡങ്ങൾ നിലകൊള്ളുന്നു. ഒരു ഭൂകമ്പം ഉണ്ടാകണമെങ്കിൽ ഈ ഭൂഗർഭ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഇന്റർലോക്ക് ആകുമ്പോൾ ഇടയിൽ ഉയരുന്ന മർദ്ദം ഭൂഖണ്ഡങ്ങളെ ചലിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ വായിൽ നിന്ന് നിവർത്തിയായി എന്നൊരു ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ടപ്പോൾ അത് പാതാള മേഖലയിലെ പൈശാചിക താവളത്തെ പിടിച്ചു കുലുക്കിയെങ്കിൽ ആ മരണം യേശുവിന്റെ മരണമല്ലാതെ മറ്റൊരു മരണമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം. പഴയ പാമ്പിന്റെ തല തകർത്ത മരണം, പറുദീസയുടെ കവാടം തുറന്ന മരണം, ആ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ശബ്ദം ഉയരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ 2 കൈകളും എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച ശബ്ദം ഉയർത്തി ഈ നാട്ടിൽ മുഴങ്ങത്തക്ക വിധം, പാതാള ശക്തികൾ കേൾക്കത്തക്ക വിധം ആ കരമുയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഗായക സംഘം മുൻപോട്ട് കടന്നു വരും. ആ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ. ലജ്ജ വേണ്ട. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ യേശുവേ എന്ന്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ദൂത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകും മുൻപ് നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുന്നു, ഇന്ന് മരിച്ചാൽ നിത്യത ഇവിടെ ചിലവഴിക്കും, ഇന്ന് പേർ വിളിച്ചാൽ അവിടെ കാണുമോ അതോ തീപ്പൊയ്യയ്ക്ക് തള്ളപ്പെടുമോ? ആ 2 കൈകളും ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാൻ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശി. പേർ വിളിക്കും നേരം കാണും എൻ പേരും. കരമുയർത്തി ഒന്നിച്ച് ചേർന്ന് ഒന്ന് പാടാം. ശബ്ദമുയർത്തി കരമുയർത്തി ശബ്ദമുയർത്തി ക്രിസ്തൻ പേർക്കുരാപകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൻ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവനാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ശക്തിയോടെ പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഒരിക്കൽ കൂടെ കരമുയർത്തിക്കൊണ്ട് പേർ വിളിക്കും നേരം കാണും. ഗ്ലോറി. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണേ. ഒന്ന് ഫീഡ്ബാക്ക് തരണേ, ഫീഡ്ബാക്ക് തരണേ. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാതത്തിൽ സാധാരണ സൈക്ലിങ്ങിൽ ഞാൻ റാന്നി വലികാവ് റൂട്ടിൽ ചവിട്ടി വരുമ്പോ എന്റെ മുൻപിൽ ചിലർ ഓടുന്നു. എന്നിട്ട് വിളിച്ചു പറയുന്നു, നമ്മൾ സണ്ണി ബ്രദർ മരിച്ചു. ഞാൻ പറഞ്ഞു, തലേ വൈകിട്ട് ഞാൻ കണ്ടിരുന്നതാണല്ലോ. ആരോഗ്യത്തോടെ കാത്രനായി. പെട്ടെന്ന് കാറിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പച്ചത്തുണി മൂടിയിട്ടിരിക്കുക. ഭാര്യ അലറി കരയുന്നുണ്ട്. അടുത്തുനിന്ന് ചോദിച്ചു, എങ്ങനെയായിരുന്നു? രാവിലെ എഴുന്നേറ്റു, കുടുംബ പ്രാർത്ഥന നടത്തി, അറിയപ്പെട്ട ഒരു രോഗവുമില്ല. അത് കഴിഞ്ഞ് ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം സോഫായിൽ ചരിഞ്ഞിരിപ്പുണ്ട്.
പിടിച്ചു കുലുക്കിയിട്ട് ചലനമില്ല. നാടി പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ആള് പോയെന്ന്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിമിഷം കൊണ്ട് അവസാനിക്കും ഈ ഓട്ടം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന ഉറക്കറ എന്റെ മരണയറയായി മാറിയാൽ പേർ വിളിക്കും നേരം ഞാൻ അവിടെ കാണുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഈ സുവിശേഷം സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയ പദവിയാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, യേശുവേ ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ വരികയാണ്, എന്നെ കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഈ കരങ്ങളുടെ മേൽ നിന്റെ കരം പിടിച്ചുകൊള്ളണമേ. ഒന്നും നഷ്ടപ്പെടാൻ ഇടയാകരുത്. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഈ തലമുറയിൽ യേശു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഈ തലമുറയിൽ യേശു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? മഹാരാഷ്ട്രയിൽ നിന്ന് 8,000-ഓളം യഹൂദന്മാർ പലസ്തീന മണ്ണിലേക്ക് തിരിച്ചുപോയി. കൊച്ചിയിൽ നിന്നും 10,000-ഓളം യഹൂദന്മാർ കൊച്ചി തെരുവ് പോലും ഇസ്രായേൽ ഉണ്ടാക്കി ഇവിടെ തിരിച്ചുപോയി. മണിപ്പൂർ, മിസോറാം ഭാഗത്ത് നിന്ന് 6,000-ഓളം പേർ പോകാൻ തയ്യാറെടുക്കുന്നു. ഈ മടങ്ങിപ്പോക്ക് വ്യക്തമാക്കുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ രക്ഷകൻ വരാറായി. അത്തിയുടെ തളർപ്പ് കാണുന്ന ദൈവമക്കൾ തലകുനിച്ചിരിക്കേണ്ടവരല്ല. സ്തോത്രം. യുഗത്തിന്റെ അന്ത്യം വരുമ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ഘോര യുദ്ധം ഇസ്രായേലിനെതിരെ സംഭവിക്കുമെന്ന് യെഹെസ്കേൽ 38 എഴുതി വെച്ച കാലം അടുത്തു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എന്റെ നാഥൻ വരാറായി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലമാസന്നമായി. പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. അടുത്ത വർഷത്തെ കൺവെൻഷന് മുൻപ് എന്റെ യേശു വന്നാൽ നിത്യതയിൽ കാണപ്പെടുക എന്ന ലക്ഷ്യത്തോടെ കരമടിച്ച് നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം.